ഹായ്. ഒത്തിരി നാളുകൂടി കാത്തിരിക്കുകയാണ് ഒരു തായ്ലൻഡ് പ്ലാവിൻ്റെ ചക്കപ്പഴം ഒന്ന് കാണാൻ. കഴിഞ്ഞ ഒരു മാസമായി ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കി കോണിയൊക്കെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു തായ്ലൻഡ് പ്ലാവിലെ ചക്കപ്പഴം ഞാൻ പ്ലാവിൽ വളർത്തി അതിനെ പഴുപ്പിച്ചെടുത്തത്. ഒരു 20 കിലോ 18 കിലോ 16 കിലോ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ആ ചക്ക ഒരു വള്ളിയിൽ കെട്ടി ഇറക്കി ഒന്ന് കീറി മുറിച്ച് അത് സ്വാദുള്ളതാണോ, പഴം ടേസ്റ്റ് ഉള്ളതാണോ, നല്ല ചുവന്നതാണോ എന്ന് നോക്കാം. സത്യമേ പറയൂ. അപ്പം നോക്ക്, വീഡിയോ ആരംഭിക്കാം. ഓക്കെ, വള്ളി കെട്ടി ഇത് ഒന്ന് ഇറക്കി നോക്കാം. ഇത് അങ്ങ് മുകളിലേക്ക് നോക്കും. ഒരു 20 കിലോ ഉണ്ടെന്നാണ് ഏകദേശ വിശ്വാസം. 20 കിലോ വരും അല്ലേ? ഓക്കെ, ഇതിൽ ഇങ്ങനെ സൈഡിൽ കിടക്കുന്ന ചെറിയ ചക്കയാണ് പഴുത്തിരിക്കുന്നത്, വലുത് പഴുത്തിട്ടില്ല. നമുക്ക് ഇത് വള്ളി കെട്ടി ഒന്ന് ഇറക്കി നോക്കാം. ഓക്കെ, കയറാം. വലിയ ചക്ക പഴുത്തിട്ടില്ല, ചെറുതാണ് പഴുത്തേക്കാം. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് പണ്ടത്തെ കാലത്തെ പോലെ ചക്ക വള്ളി കെട്ടി ഇറക്കണ കാരണവന്മാരുടെ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോകാം. ഓക്കെ, അമ്മ അങ്ങോട്ട് പോകും. കണ്ടാ, ഇതാണ് തായ്ലൻഡ് പ്ലാവിൻ്റെ ചക്കപ്പഴം. ഞാൻ നിർത്തിക്കോ, ഞാൻ ഇറങ്ങി വരട്ടെ. ഓക്കെ, ഉണ്ണി വാവാവിയോ പിടിക്ക പതുക്കെ പതുക്കെ. $20 കിലോസിനടുത്ത് വരും. ഓക്കെ, നമുക്കൊന്ന് മുറിച്ച് നോക്കാം അല്ലേ? എന്തായാലും നിങ്ങളും ഇതിൽ പങ്കാളിയാവുക. കണ്ടോ, 5 വർഷം കാത്തു നിൽക്കണം ഇതുപോലത്തെ ഒരെണ്ണം കിട്ടണമെങ്കിൽ. അങ്ങനെ 5 വർഷം കാത്തു നിന്ന്, കഴിഞ്ഞ വർഷം 2-3 ഉണ്ടായി, ഈ വർഷം 5-6 ഉണ്ടായി. പക്ഷെ ഞങ്ങൾ പുഴുങ്ങിയത് ഒരെണ്ണം പഴുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മുകളിൽ വച്ചിരുന്നു. എല്ലാവരും വരുമ്പോൾ ചക്കപ്പഴം ചോദിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പച്ച മുറിച്ച് കൊടുത്തു വിടുകയാണ്. മുകളിൽ ഒരെണ്ണം ഇപ്പോൾ മഴക്കാലമായിരുന്നു, ഇപ്പോൾ ചക്ക എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ചക്കപ്പഴം പ്ലാത്ത വെച്ച് പഴുപ്പിക്കാം. ഞാൻ എല്ലാ ദിവസവും മുട്ടി നോക്കും. അങ്ങനെ മുട്ടി ഇത്രയും ആക്കി. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ടേസ്റ്റ് ഉണ്ടോ എന്നൊന്ന് നോക്കാം. ചുരുമൊക്കെ വലുതാട്ടോ ഇതൊക്കെ. ഓക്കെ, എൻ്റെ പ്ലാത്തിൽ ചക്കപ്പഴം പറയുമല്ല, മഴക്കാലമാണ്, നല്ല മധുരമുണ്ട്, പക്ഷെ അല്പം വെള്ളച്ചോവയുണ്ട്. എന്നുവെച്ചാൽ മഴവെള്ളം നനഞ്ഞ് വേനൽക്ക് പഴുക്കുന്ന പോലെ അല്ല വർഷക്ക്. എങ്കിലും നല്ല മധുരമാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള നല്ല വ്യത്യസ്തരം പ്ലാവുകൾ, ചെമ്പെടുക്ക, സിന്ദൂരവരിക്ക, J33, അതുപോലെ തന്നെ ഇതിൻ്റെ പേര്, ഇത് തായ്ലൻഡ് പ്ലാവുകൾ എന്ന് പറഞ്ഞാണ് എനിക്ക് തന്നതെന്ന്. തായ്ലൻഡാണ്. ഇതിൻ്റെ ഇല വളരെ ചെറുതാണ്. കേട്ടില്ല, നമ്മുടെ സാധാരണ പ്ലാവ് പോലെയല്ല, ഇതിൻ്റെ ഇലയൊക്കെ ചെറുതാണ്. കണ്ടില്ല? അപ്പോൾ അത് കാരണം ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവർക്കും ഗുഡ് ബൈ. ഇതിൻ്റെ ചുള വളരെ വലുതാണ്. ഇതുണ്ടോ, സാധാരണ ചുള പോലെയല്ല, വലിയ ചുളയാണ്. ഇതുണ്ടോ, ചക്കക്കുരു കണ്ടോ, ഇത് കണ്ടോ, ഇത്രയും വലിയ ചക്കക്കുരു. നമ്മുടെ സാധാരണ നാട്ടിലുള്ള നമ്മുടെ നാടൻ പ്ലാവിൻ്റെ ചക്കപ്പഴത്തിനേക്കാളും വലിയ ചുള. ഒരു 4 ചുള തിന്നുമ്പോൾ വയറ് കയറും. അതാണ്. ഇത് ഒരെണ്ണം വാങ്ങിച്ചോളൂ, 170 രൂപയുള്ളൂ. എല്ലാ വലിയ നഴ്സറികളിലും കിട്ടും. തായ്ലൻഡ് പ്ലാവ് ചോദിക്കുക. 1.5 വർഷം കൊണ്ട് കായ്ക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത്. 3 വർഷം കഴിഞ്ഞാണ് ഇത് കായ്ക്കുകയുള്ളൂ. ഓക്കെ, ഇതുണ്ടോ, ചകിണിയൊക്കെ വലിയ ചകിണിയാണ്. ഓക്കെ.